സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനം വേഗത്തിലാക്കാൻ നിയമസഹായ സമിതി നടപടി ആരംഭിച്ചു. 34 കോടി ദയാധനം സമാഹരിച്ച വിവരം ആക്ഷൻ കമ്മിറ്റി ഇന്ത്യൻ എംബസിയെ അറിയിച്ചു. റഹീമിനെ കാണാനുള്ള കാത്തിരിപ്പിലാണ് കുടുംബവും നാട്ടുകാരും. സ്വപ്നം കണ്ട 34 കോടി ദയാധനം യാഥാർത്ഥ്യമായതിന്റെ സന്തോഷത്തിലാണ് സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ കുടുംബം. ജയിൽ മോചിതനായി മകൻ വരുന്നതും കാത്തു കഴിയുകയാണ് ഉമ്മ ഫാത്തിമയും കുടുംബാംഗങ്ങളും. സന്തോഷം തന്നെ. ഇനി മോനെ കണ്ടാൽ സന്തോഷം അങ്ങനെ ഇതിലും കൂടും. കാട്ടിത്തറ്റ കാണട്ടെ, ഇത്രയായി കിട്ടും, ഇത്ര വേഗത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അൽഹംദുലില്ലാ, അള്ളാൻ്റെ വീടോട് കൂടിയിട്ട് ഇത്രയും വേഗത്തിൽ ആ പൈസ ഒക്കെ സ്വരൂപിച്ച് കൊടുത്ത് ഓരോ കാര്യത്തിൽ സമാഹരിച്ച തുക ഇന്ത്യൻ എംബസി വഴി സൗദി കുടുംബത്തിന് വൈകാതെ കൈമാറും. നടപടി വേഗത്തിലാക്കാൻ നിയമസഹായ സമിതി തീരുമാനിച്ചു. ഇതിനായി ധനകാര്യ മന്ത്രാലയത്തിന്റെ പ്രത്യേക അനുമതി തേടും. പ്രതീക്ഷിച്ചതിനു മുമ്പ് തന്നെ സഹായധനം സമാഹരിക്കാനായതിന്റെ സന്തോഷം ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും പങ്കുവച്ചു. ട്രഷറർ എം ഗിരീഷ് ബ്ലഡ് മണി കൊടുക്കുന്നതിന് വേണ്ടി ഒഴുകി വന്നിട്ടുള്ള പണവും സന്നദ്ധ പ്രവർത്തകരും മനുഷ്യസ്നേഹികളും എല്ലാം കാണിക്കുന്നത്. കേരളത്തിനെതിരായി ഇപ്പോൾ കേരള വിരുദ്ധമായ പല ചിന്തകളും അതേപോലെ തന്നെ പ്രചരണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇതാണ് കേരളം, ഇതാണ് ഞങ്ങൾ, ഇതാണ് മലയാളികളെന്ന് തെളിയിക്കുകയാണ് ഈ പ്രവർത്തനത്തിലൂടെ കേരളം ചെയ്തിട്ടുള്ളത്. കുടുംബത്തിന്റെ സന്തോഷത്തിലും മാനവിക ഐക്യത്തിലും പങ്കുചേരാൻ ഫറൂഖിലെ റഹീമിന്റെ വീട്ടിലേക്ക് ജനങ്ങൾ ഇപ്പോഴും ഒഴുകിയെത്തുന്നു. കൈരളി ന്യൂസ്, കോഴിക്കോട്.